ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുടി വളരാനും മുടി നന്നായിട്ട് കൊഴിച്ചിൽ മാറാനും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പൊടിക്കൈയുമായിട്ടാണ്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ഹെയർ കെയർ ടിപ്സാണ് ഞാൻ പറയാൻ വന്നിരിക്കുന്നത്. അതിന് ഒന്നാമതായിട്ട് വേണ്ടത് നമുക്ക് അത് വന്നിട്ട് 2 സ്പൂണ് ഫ്ലാക്സ് സീഡാണ് വേണ്ടത്. 2 സ്പൂൺ ഫ്ലാക്സ് സീഡ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് 2 സ്പൂണ് അരിയാണ്, പച്ചരിയാണ്. ഇത് പച്ചരി 2 സ്പൂണ്. അതുകൂടാതെ 1 സ്പൂണ് ഉലുവ നമുക്ക് മുടി നന്നായിട്ട് വളരാനും അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാൻ, താരൻ മാറാൻ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഉലുവ. അതുപോലെ പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്പൂണ് കരിഞ്ജീരകമാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം നമ്മൾ ഒരു പാൻ അടപ്പത്ത് വെക്കുക. അതിനുശേഷം 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. കഴുകിക്കൊണ്ടുവന്ന ഈ സാധനങ്ങൾ അതിനകത്ത് നമ്മൾ ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഫ്ലാക്സ് സീഡ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ മുടിക്ക് നന്നായിട്ട് വളരാനും നല്ല സ്ട്രെയിറ്റ് ആയിട്ട് മുടി കിടക്കാനൊക്കെ നല്ലതാണ്. പിന്നെ അതേപോലെ ഉലുവയാണെങ്കിൽ നമ്മുടെ തലയിലെ താരന് പോകാൻ, അതേപോലെ തന്നെ നല്ല തിക്കായിട്ട് മുടി വളരാനുള്ള നല്ല ഉപയോഗിക്കുന്നതാണ്. നമ്മൾക്ക് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ കരിഞ്ജീരകം ഉപയോഗിക്കുന്നത്. കരിഞ്ജീരകം ഉപയോഗിച്ചാൽ നല്ല മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും. ഇതേപോലെ ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഒരു 15 മിനിറ്റോളം ഇത് നന്നായിട്ട് വെട്ടിത്തിളക്കണം കേട്ടോ. ശരിക്കും ജെല്ലൊക്കെ നല്ല കറക്റ്റായിട്ട് ആയോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ ഇതെടുത്തിട്ട് നമ്മുടെ കയ്യിലെടുത്തിട്ട് ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ ജെല്ല് കണ്ടാൽ ഇങ്ങനെ വരും. അപ്പോൾ നല്ല കറക്റ്റായ ഭാഗമായിട്ടൊക്കെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിനകത്ത് പിഴിഞ്ഞിട്ട് ശരിക്കും വരാത്ത അവസ്ഥയാണെങ്കിൽ ഒരു വൃത്തിയുള്ളൊരു കോട്ടൺ തുണി എടുത്തിട്ട് ആ തുണിയിൽ ഇതിങ്ങനെ ഇട്ടിട്ട് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ എടുത്ത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനിങ്ങനെയാണ് ചെയ്യണേ. അതുകൊണ്ട് നമ്മുടെ മറ്റേ കരിഞ്ജീരകത്തിൻ്റെ ബ്ലാക്ക് കളറ് ഉണ്ടല്ലോ, അതും എല്ലാത്തിൻ്റെ ഒരു കളറ് ഈ കളറിലാണ് വരുന്നത്. അതാണ് ഇത് നന്നായിട്ട് തണുക്കാൻ വെക്കുക. തണുത്തതിന് ശേഷം നമ്മൾ കുളിക്കണതിന് 1 മണിക്കൂർ മുമ്പ്, നീരൊഴിക്കാൻ കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ 1.5 മണിക്കൂറൊക്കെ ഇത് നമ്മൾ തലയൊട്ടിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കെട്ടി വെക്കാം. എന്നിട്ട് നല്ല വെറുതെ ഷാമ്പു ഒന്നും ഉപയോഗിക്കാതെ വെറുതെ പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.